ഒ.പി.യിൽ സാധാരണയായിട്ട് രോഗികൾ പറയുന്നൊരു കംപ്ലയിൻ്റാണ്, ഡോക്ടറെ കൈകാൽ തരിക്കുന്നു, ഭയങ്കരമായിട്ട് കഴിക്കുന്നു, ഉറക്കം വരുന്നു, ഭയങ്കരമായ ക്ഷീണമാണ്, പഴയ പോലെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ആളുകൾ പക്ഷേ ബാക്കി ടെസ്റ്റുകളൊക്കെ നോർമലാണ്, ഡോക്ടർ എന്താ ചെയ്യേണ്ടത്, ഇതെനിക്ക് ഫൈബ്രോമയാലജിയാണ്. കുറേ പേഷ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾക്ക് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് B12 ഡെഫിഷ്യൻസി. ഒരു വിറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ്, വിറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. വിറ്റമിൻ B12 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു വിറ്റമിനാണ്. 3 കാര്യങ്ങൾക്കാണ് ഇത് ഏറ്റവും അത്യാവശ്യമുള്ളത്. നമ്മുടെ ചുവന്ന രക്താണുക്കൾ RBC ഉണ്ടാകുന്നതിന് B12 വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ നെർവ്സ് ഉണ്ടല്ലോ, നെർവ്സിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്, മൈലിൻ എന്ന് പറഞ്ഞിട്ട്. ഈ മൈലിൻ ഉണ്ടാക്കുന്നതിനും B12 വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല ഏത് കോശങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാലും B12 ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പയർ നന്നായിട്ട് നടക്കുകയുള്ളൂ. എസ്പെഷ്യലി ബ്രെയിനിനാണെങ്കിലും നെർവ്സിനും അതുപോലെ ഈ ചുവന്ന രക്താണുക്കൾക്കും RBCക്കും B12 വളരെ അത്യാവശ്യമാണ്. എല്ലാ കോശങ്ങൾക്കും ഈ 2 ഭയങ്കരമായ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ B12 ഡെഫിഷ്യൻസി എന്തുകൊണ്ടാണ് ഈ B12 എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നോൺ വെജിറ്റേറിയൻ ഫുഡിൽ, അതായത് ആനിമൽ ബേസ്ഡ് ഫുഡിൽ, നമ്മുടെ മുട്ട, മാംസം, മീന്, അതുപോലെ പാലിലും ഉണ്ട് കേട്ടോ B12 ഉണ്ട്. അപ്പോൾ പ്യുവറായിട്ടുള്ള വെജിറ്റേറിയൻ, അപ്പോൾ ഇതിലാണ് B12 നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ B12 ഡെഫിഷ്യൻസി നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര കോമൺ ആണ്. കാരണം ഒരു വെജിറ്റേറിയൻ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അവിടെ. പക്ഷേ കേരളത്തിലും ഓഫ് ലേറ്റ് B12 ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഈ ഫുഡ് ഹാബിറ്റ്സ്. കുറേ ആളുകൾ വെജിറ്റേറിയൻസ് ഉണ്ട്, കേരളത്തിലുമുണ്ട്, നല്ലൊരു വിഭാഗം ആളുകൾ വെജിറ്റേറിയൻസ് ഉണ്ട്. അത് തെറ്റില്ല, വെജിറ്റേറിയൻസ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പാൽ കുടിക്കാത്തവരും ബാക്കിയുള്ള മത്സ്യവും മീനും കഴിക്കാത്തവരും കുറേ ആളുകളുണ്ട്, അവർക്ക് B12 ഡെഫിഷ്യൻസി ഉണ്ടാകാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ആൻറ്റാസിഡ് മെഡിസിൻസ് ഉണ്ടല്ലോ, നമ്മുടെ പാൻറ്റോപ്രസോൾ, ഒമിപ്രസോൾ, അങ്ങനെയുള്ള ആസിഡ് സപ്രസിങ് മെഡിക്കേഷൻസ് കഴിച്ചു കഴിഞ്ഞാൽ അതിലും B12 ഡെഫിഷ്യൻസി ഉണ്ടാകാം. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചില ഷുഗറിൻ്റെ മെറ്റ്ഫോമിൻ പോലെയുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് B12 ഡെഫിഷ്യൻസി ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ വയറിൽ ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ B12 പ്രോസസ്സ് ചെയ്ത് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ B12 കഴിക്കുന്ന കുറവാണെങ്കിൽ B12 ഡെഫിഷ്യൻസി ഉണ്ടാകാം. കഴിക്കുന്ന B12 അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റൊമക്കിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ, അത് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഈ പാൻറ്റോപ്രസോൾ പോലുള്ള മെഡിസിൻസ് കഴിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മെറ്റ്ഫോമിൻ പോലെയുള്ള ഗുളിക കഴിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ചില പെർനീഷ്യസ് അനീമിയ പോലെയുള്ള ചില ഓട്ടോഇമ്യൂൺ അസുഖങ്ങളുണ്ട്, അതിൽ ചില B12 അബ്സോർബ് ചെയ്യുന്നത് അത് റെയറാണ് കേട്ടോ, അത് വളരെ റെയറായിട്ടുള്ള അസുഖമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ B12 അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ B12 അബ്സോർബ് ചെയ്യാതെ വരുന്നത് കൊണ്ടും B12 ഡെഫിഷ്യൻസി ഉണ്ടാകാം. B12 ഡെഫിഷ്യൻസി ഉള്ളവർക്ക് എന്താണ് സിംറ്റം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒന്ന് അവർക്ക് രക്തക്കുറവ് ഉണ്ടാകാം, അനീമിയ ഉണ്ടാകാം, കൈകാൽ തരിപ്പ്, ഭയങ്കര ക്ഷീണമാണ് ഏറ്റവും കോമൺ. അവർക്ക് ചിന്തിക്കാൻ പഴയ ബ്രെയിൻ ഫോഗ്, ചിന്തിക്കുന്നതിൽ ഒരു സ്പീഡ് കിട്ടും, നന്നായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കൈകാൽ പുകച്ചിൽ തരിപ്പ് വരുന്നു, അപ്പോൾ നടക്കുമ്പോൾ പെട്ടെന്ന് ബാലൻസ് കിട്ടുന്നില്ല, അതുപോലെ കാലിൻ്റെ അടിയിൽ നല്ല രീതിയിൽ പുകച്ചിൽ വരുന്നു. ഇതെല്ലാം B12 ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളാണ്. റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ MCV ടെസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് കാണും. MCV എന്നൊരു വാല്യൂ കാണാം. അത് MCV പലപ്പോഴും 100 മുകളിലാണെങ്കിൽ B12 ഡെഫിഷ്യൻസി ആകാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ അതിപ്പോൾ ഒരു 100-150 രൂപ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MCV കൂടുതലാണെങ്കിൽ B12 ഡെഫിഷ്യൻസി ആണെന്ന് അറിയാൻ സാധിക്കും. അത് കൂടാതെ വേറൊരു ഇമ്പോർട്ടൻറ്റ് B12 ടെസ്റ്റ് ചെയ്ത് നോക്കാം. B12 ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. B12 ലെവൽ നോക്കാം. B12 ലെവൽ നോക്കി 200 താഴെയാണെങ്കിൽ യൂഷ്വലി വളരെ കുറവാണെന്നാണ് ലെവൽ. ഒരു 300, 350, 400 കൂടുതലുണ്ടെങ്കിൽ അഡിക്വേറ്റ് ലെവൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും 40-50% ആളുകൾക്കും ഈ B12 ഡെഫിഷ്യൻസി ഉള്ളതായിട്ടാണ് കാണുന്നത്. അങ്ങനെ എസ്പെഷ്യലി ഉള്ളവർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ B12 സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഫുഡിലൂടെ അത്യാവശ്യം 200-250 ഉണ്ടെങ്കിൽ ഫുഡിൽ കൂട്ടാൻ പറഞ്ഞാൽ, ഇപ്പം മീനോ മാംസമോ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി B12 കിട്ടും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമുക്ക് B12 സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്, മീഥൈൽകോബാലമിൻ സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ കൂടും. പക്ഷേ നല്ല ഡെഫിഷ്യൻസി ഉള്ളവർ, എസ്പെഷ്യലി 100 താഴെയാണ്, 150 താഴെയൊക്കെ ആണെങ്കിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് B12 ലെവൽ നോർമലാകുകയും ക്ഷീണമൊക്കെ 2-3 ദിവസം കൊണ്ട് തന്നെ കുറയും. പക്ഷേ ഈ തരിപ്പും പെരുപ്പും കുറയാനായിട്ട് കുറച്ച് ദിവസങ്ങളെടുക്കും, 1-2 മാസങ്ങളെടുക്കും, ചിലപ്പോൾ അതിൽ കൂടുതലും എടുക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റബിൾ കോസാണ്. വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന, പക്ഷേ അൺഡിറ്റക്റ്റഡ് ആയിട്ട് കുറേ ആളുകൾ ഇത് കണ്ടുപിടിക്കപ്പെടാതെയും പോകാറുണ്ട്.